ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം SIT ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവിന്റെ ഒരു ഇടപെടലിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു കോടതി. അതൊരു നിർണായകമായ നിരീക്ഷണവുമായിരുന്നു. അപ്പോൾ ഈ കട്ടിളപ്പാളിയിലെയും അയ്യപ്പ വിഗ്രഹത്തിലെയും സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയതിനു ശേഷം അതെന്ത് ചെയ്തു, അത് എവിടെയൊക്കെ എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ എന്തെല്ലാം നിഗമനങ്ങളിലൂടെയാണ് നിലവിൽ SIT കടന്നു പോകുന്നത്? കടത്തിയ കാര്യത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കടത്തിയതിനു ശേഷം അതെവിടെയൊക്കെ എത്തി എന്ന കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണമായ നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു അന്താരാഷ്ട്ര വിഗ്രഹമോഷ്ടാവിന്റെ ഒരു സംശയം കോടതി ഇതിനകത്ത് പ്രകടിപ്പിക്കുന്നത്? സിജോ, അതായത് സൈഫുദ്ദീൻ, അതൊരു ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്വർണം കൊണ്ടുപോയ വഴികളിലൂടെ അന്വേഷണ സംഘം പോയിട്ടുണ്ട്. ബംഗളൂരുവിൽ പോയി, ചെന്നൈയിൽ പോയി, ഹൈദരാബാദിൽ പോയി, ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിലും പോയി പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അറിയേണ്ടത് ഈ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം യഥാർത്ഥത്തിലുള്ള സ്വർണ്ണമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ള അത്തരത്തിലുള്ള ഒരു മാഫിയയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത് അന്ന് കോടതി ഒരു പേര് പരാമർശിക്കുമ്പോൾ ആ വ്യക്തിയുമായി ബന്ധമുണ്ടെന്നല്ല സൂചിപ്പിച്ചിരുന്നത്. അയാൾ ചെയ്യുന്നത് പോലെ, എൻ്റെ ഒരു കപൂർ എന്നാണ് പേര്, ഞാൻ എക്സാക്ട് പേര് വിട്ടുപോയി. അയാൾ ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി അത് വിൽപ്പന നടത്തുന്ന ഒരു സംഘത്തിലെ പ്രമുഖനാണ്. അയാളുമായി ഡയറക്റ്റ് ബന്ധമുണ്ടെന്നല്ല പറയാം. അയാൾ ചെയ്യുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ പോലെ തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. കാരണം ഈ ശബരിമലയിലെ വിഗ്രഹങ്ങളുടെയും സ്വർണ്ണപ്പാളികളുടെയും ഒക്കെ അതിൻ്റെ ഒരു രേഖാചിത്രവും കാര്യങ്ങളെല്ലാം, അതിൻ്റെ രൂപകൽപ്പനയുള്ള അതിൻ്റെ പ്ലാൻ കാര്യങ്ങൾ മുഴുവൻ ഇവരത് പകർത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ മറ്റൊരു ഫേക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നീട് ആ ഫേക്കായിട്ടുള്ള ഉണ്ടാക്കിയ സാധനങ്ങൾ ഇത് ശബരിമലയിലെ വസ്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തുന്നു. അത്തരത്തിലൊരു ഓപ്പറേഷൻ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കവർന്നെടുത്തിട്ടുണ്ട്, അത് പകർത്തിയെടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു അട്ടിമറിയാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ സംശയിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് പരിമിതമായ അറിവുകൾ മാത്രമേ നമുക്ക് ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ മാത്രം നടത്തുന്ന അന്വേഷണമാണ്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ, അന്വേഷണ സംഘം ഹാജരാകുമ്പോൾ തന്നെ അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി കേൾക്കുമ്പോൾ പോലും കോടതിയുടെ മൈക്ക് പോലും മ്യൂട്ട് ചെയ്തിട്ടാണ്. അത്രയും രഹസ്യാത്മക സ്വഭാവത്തോടു കൂടിയാണ് കോടതി പോലും ഈ കാര്യം കേൾക്കുന്നത്. അടച്ചിട്ട മുറിയിലേക്ക് കോടതി പലപ്പോഴും ഇത് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ കോടതിയുടെ പരാമർശങ്ങൾ വരുമ്പോഴാണ് പല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതി ഓർഡറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പറയുന്നത് അത്തരത്തിലൊരു ഓപ്പറേഷൻ ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ കണ്ടതിനേക്കാൾ വളരെ ഗൗരവത്തിലുള്ള ഒരു തട്ടിപ്പാണ് ഇത് നടന്നിരിക്കുന്നത്. ശബരിമലയിലെ ഇനിയിപ്പോൾ മണ്ഡലകാലം ആരംഭിക്കാൻ അധികം ദിവസങ്ങളില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് തന്നെ തീർത്ഥാടകരുടെ ഒരു വലിയ ഒഴുക്കായിരിക്കും ശബരിമലയിലേക്ക് വരാനിരിക്കുന്നതും. അതുപോലെ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനും SITയുടെ മുന്നിലും ഒരുപാട് ദിവസങ്ങളില്ല. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന പോലെയുള്ള ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. വിഗ്രഹക്കടത്ത്, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിന്റെ സാന്നിധ്യം അത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു അന്തിമ റിപ്പോർട്ട് ഇനിയും വൈകിയേക്കുമെന്നാണോ? സാധ്യതയുണ്ട്. കോടതി 6 ആഴ്ചത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അന്വേഷണ സംഘം കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നൽകും. പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധനകൾ മണ്ഡലകാലം ആരംഭിക്കാൻ പോകുന്നതിന് മുന്നേ തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 10 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കും. അത് ഈ 10 ദിവസത്തിനുള്ളിൽ തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന് കൂടുതൽ സമയം ആവശ്യമായി വരും. എന്തായാലും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം കോടതിയെ തന്നെ സമീപിച്ച് സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെടുകയാണ് തന്നെയാണ് സാധ്യത നിലനിൽക്കുന്നത്. സ്വാഭാവികമായി അതിൻ്റെ ഒരു ഡെപ്ത് പോകുന്നതനുസരിച്ച് കോടതിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും. അന്വേഷണം അത്തരത്തിലേക്ക് പോകുമ്പോൾ ഇനിയും സമയം ആവശ്യമാണെന്ന് മനസ്സിലാവും. എന്നാലും ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ പ്രയോറിറ്റി കൽപ്പിക്കുന്നത് ഇതിൽ ആർക്കൊക്കെയാണ് പങ്ക്, ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതിന് മുകളിലോട്ട് ഏതെങ്കിലും ആളുകൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ, അത്തരത്തിലുള്ള റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കുക. അത് സമർപ്പിച്ചതിന് ശേഷം കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ മറ്റു തരത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിലെയും ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരെയും ബോർഡ് അംഗങ്ങളെയും വിളിച്ചു വരുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, അതാണ്. ഇതിലിപ്പോൾ വാസുവിന്റെ ഒക്കെ അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ CPM വലിയ പ്രതിരോധത്തിൽ